കേരള ആണ് ഗോഡ്സ് ഓൺ കൺട്രി എന്നുണ്ടെങ്കിലും എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് മേഘാലയാണ് ഗോഡ്സ് ഓൺ കൺട്രി. എനിക്ക് തോന്നുന്നു കാശ്മീരാണ് ഇന്ത്യയിൽ എല്ലാ സീസണിലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്. പക്ഷെ അന്ന് അവിടെ ഉണ്ടായ ഒരു ക്ലൗഡ് ബേസ്റ്റ് 2022 ഒരു 40 കാഷ്വാലിറ്റി ഒക്കെ നടന്നിട്ടുള്ള ഒരു ക്ലൗഡ് ബേസ്റ്റ് ഉണ്ട്. ആ സമയത്ത് ഞാൻ അതിന് ജസ്റ്റ് തൊട്ട് താഴെയുള്ള പോഷ്പത്രി എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ലങ്കാറിൻ്റെ ഒരു ഹാളിലായിരുന്നു. എപ്പോഴെങ്കിലും ലൈഫിൽ വാരണസി പോകണമെന്ന് ചെറുപ്പത്തിൽ ഞാൻ ഭയങ്കരമായിട്ടുള്ള ഒരു സ്വപ്നം കണ്ടിരുന്നു. ഭയങ്കര കോസ്റ്റ് കുറഞ്ഞ് ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കിട്ടിയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ട്രക്കിംഗ് എന്നുള്ളൊരു ബേസിലാണ് ഞാനും പോയത്. ഭയങ്കര ചെളിയൊക്കെ പിടിച്ച മണ്ണൊക്കെ ഉള്ള ഒരു വൃത്തിയില്ലാത്തൊരു മഞ്ഞാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന ആ ഒരു കാലത്തിൽ ആണ് ചെഗുവേരേൻ്റെ മോട്ടോർ സൈക്കിൾ ഡയറീസ് വായിക്കും. എൻ്റെ അപ്പയൊക്കെ കളിയാക്കിയിട്ട് പറയും ഞങ്ങളുടെ ബക്കറ്റിനൊക്കെ ഭയങ്കര ഓട്ടയാണ്. കാരണം എത്ര സ്ഥലങ്ങൾ കണ്ടാലും എത്ര കാഴ്ചകൾ കണ്ടാലും ആ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഒന്നും ലൈഫിൽ തീരുന്നില്ല. ഹായ്, എൻ്റെ പേര് മേരി. ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്. യാത്രകളെ ഒത്തിരി സ്നേഹിക്കുന്ന, യാത്ര ചെയ്യാൻ ഒത്തിരി ആഗ്രഹമുള്ള ഒരു പെൺകുട്ടിയാണ്. എൻ്റെയൊക്കെ ജീവിതം തുടങ്ങുന്നത് തന്നെ എൻ്റെ ചൈൽഡ്ഹുഡിൽ നിന്നാണ്. വീട്ടിൽ നിന്ന് എൻ്റെ അപ്പയൊക്കെ നമ്മൾ 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഒരു പുതിയ സ്ഥലങ്ങൾ കാണിച്ചു തരുന്ന യാത്രകളാണ് എൻ്റെയൊക്കെ ജീവിതത്തിലെ ഫസ്റ്റ് യാത്ര. അങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങിയ ഞാനിപ്പോൾ എന്താ പറയുക, ലോകം മുഴുവൻ യാത്ര ചെയ്ത് യൂട്യൂബിലൊക്കെ നമ്മൾ സ്ഥിരം വീഡിയോസ് കാണുന്ന ട്രാവലിസ്റ്റ ബൈ സാൻഡോസിൻ്റെ ഒരു ട്രാവൽ സെഗ്മെൻറ്റിൽ സ്വപ്ന സഞ്ചാരി എന്ന് പറഞ്ഞ ഒരു സെഗ്മെൻറ്റിൽ എൻ്റെയും ഒരു ട്രാവൽ സ്റ്റോറി എനിക്കും ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം തന്നതിൽ ഞാൻ ആദ്യം തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു താങ്ക്സ് പറയുന്നു. ഞാനൊരു തൃശ്ശൂർക്കാരിയാണെന്ന് പറഞ്ഞു. തൃശ്ശൂരിലുള്ള സ്ഥലങ്ങൾ ആയിരുന്നു എൻ്റെ ആദ്യത്തെ ട്രാവൽ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന സ്ഥലങ്ങൾ. അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെയാണ് എൻ്റെ ഒരു പ്രായത്തിൽ ഏറ്റവും ദൂരെയുള്ള എനിക്കറിയുന്ന ഒരു സ്ഥലം. അതിനപ്പുറത്ത് അതിലും വലിയ സ്ഥലങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയത് പിന്നീട് പുസ്തകങ്ങളിലൂടെയും വായിച്ചും ഓരോ ആളുകളുടെ അനുഭവങ്ങൾ കേട്ടിട്ടൊക്കെയാണ്. എൻ്റെ പാരൻസാണ് എനിക്കൊരു ചേച്ചിയാണുള്ളത്. ഞങ്ങൾ 2 പേരെയും ഒട്ടുമിക്ക ഈ നമ്മൾ കേരളത്തിൽ പോകുന്ന ഇപ്പോൾ മൂന്നാർ, ഊട്ടി അല്ലെങ്കിൽ കൊടൈക്കനാൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ സ്കൂൾ ഡേയ്സ് തൊട്ടിട്ട് നമ്മൾ യാത്രകൾ കൊണ്ടുപോകാറുണ്ട്. 2025 ഇപ്പോൾ ഇങ്ങനെ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ വന്നിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലും കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ എത്തിപ്പെടണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളിൽ സത്യത്തിൽ ഞാനതൊക്കെ കാണുകയും അവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്യുകയും എല്ലാം ചെയ്തു. വായനയിലൂടെയാണ് ആക്ച്വലി ഞാൻ കൂടുതലും സ്ഥലങ്ങളെ സ്വപ്നം കാണുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനൊരു സെഗ്മെൻറ്റിൽ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ എന്ത് ട്രാവൽ സ്റ്റോറി, ഞാൻ എന്ത് എക്സ്പീരിയൻസ് ആണ്, ഞാനൊരു സാധാരണ യാത്രക്കാരിയാണ്. സോ ചെറുപ്പം തൊട്ടിട്ട് പുസ്തകങ്ങളും വായനയും തന്നെയാണ് യാത്രകളെ ഭയങ്കരമായിട്ട് ഞാൻ വായിച്ച പുസ്തകങ്ങളിലെ സ്ഥലങ്ങൾ കാണുക എന്നുള്ളത് തന്നെയായിരുന്നു ഒരു ഡ്രീം. പലപ്പോഴും നമ്മൾ വായനയിലൂടെ ആ ഒരു ഇമാജിനറി ലോകത്തും ഞാൻ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. അതിനെനിക്ക് പറയാനുള്ളൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MT വാസുദേവൻ സാറിൻ്റെ വാരണസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകം ഞാൻ എൻ്റെ ഒരു സ്കൂൾ ടൈമിൽ വായിക്കുന്നതാണ്. വാരണസിനെ കുറിച്ച് പുസ്തകത്തിൽ അതൊരു നോവലായിരുന്നു. പക്ഷേ ആ പുസ്തകത്തിൽ കഥേനേക്കാളൊക്കെ അപ്പുറം എന്നെ ആകർഷിച്ചത് വാരണസിയും അതിനുള്ള പശ്ചാത്തലവും ചുറ്റുപാടും ഒക്കെ തന്നെയാണ്. എപ്പോഴെങ്കിലും ലൈഫിൽ വാരണസി പോകണമെന്ന് ചെറുപ്പത്തിൽ ഞാൻ ഭയങ്കരമായിട്ടുള്ള ഒരു സ്വപ്നം കണ്ടിരുന്നു. പിന്നീട് സോളോ യാത്രയായിട്ടും അല്ലാതെയൊക്കെ വാരണസിയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈം ഞാൻ വാരണസിയിൽ ചെല്ലുമ്പോൾ ഞാൻ പുസ്തകത്തിൽ വായിച്ചിരുന്ന വാരണസിക്ക് അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വാരണസിക്ക് ശരിക്കും മഞ്ഞ കളറും, അതായത് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡുള്ള അല്ലെങ്കിൽ തീൻ്റെ കളറുള്ള ലൈക്ക് ഭയങ്കര ഭംഗിയുള്ള ഒരു വാരണസിയായിരുന്നു. പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ കണ്ട വാരണസിക്ക് അങ്ങനെ ഒരു കളറും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഇമാജിൻ ചെയ്ത വാരണസിയേ ആയിരുന്നില്ല. സോ ആ സമയത്ത് എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. ഇത് കാണാനാണോ ഞാൻ ഇത്രയൊക്കെ യാത്ര ചെയ്ത് ഇവിടം വരെ എത്തിയത്? പക്ഷേ എന്തിനാണ് ഇങ്ങനെ പുസ്തകങ്ങളിലൊക്കെ ഇത്രയും ഇങ്ങനെ എഴുതി പിടിപ്പിക്കുന്നതെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഞാൻ താമസിച്ച ഒരു 3-4 ദിവസം ഞാൻ കാണാൻ വന്നതിനെ അല്ലാതെ ഞാൻ അവിടെ എന്താണോ അവിടെ ഉള്ളത് അത് കാണാൻ ശ്രമിച്ചപ്പോൾ ആ വാരണസി എനിക്ക് അതിലും ഭയങ്കരമായിട്ട് ഒരു ഫേവറേറ്റ് സ്ഥലമാവുക ചെയ്തത്. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുള്ളത്. സോളോ ആയിട്ടും അല്ലാതെയും ഗ്രൂപ്പും അങ്ങനെ പലതരത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ അത്ര ഡൈവേഴ്സിറ്റി ഉള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ അത്ര വൈവിധ്യമുള്ള ഒരു സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല. പിന്നീട് ഓരോ തവണയും വാരണസിയിൽ പോകുമ്പോൾ
സത്യം പറഞ്ഞാൽ ആ പുസ്തകത്തിലുള്ള എല്ലാ ഒരു ഷെയ്ഡും കളറും ഒക്കെ ഞാൻ എങ്ങനെയാണോ ഇമാജിൻ ചെയ്തിട്ടുള്ളത് അതെനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. അതുപോലെ വേണു സാറിൻ്റെ സോളോ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് എന്നെ ഒരുപാട് യാത്രയിൽ സോളോ ട്രാവലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. അതിലുള്ള വായിച്ചിട്ടാണ് ഞാൻ ഓൾമോസ്റ്റ് തമിഴ്നാട്ടിലുള്ള കുറേ സ്ഥലങ്ങൾ പോയിട്ടുള്ളത്. കർണാടക, ഉടുപ്പി ഒക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളത്. ചെറുപ്പത്തിൽ DD നാഷണലിലും ദൂരദർശനിലും എപ്പോഴും ഓഗസ്റ്റ് 15 ആയാൽ ഇടുന്നൊരു സിനിമയാണ് റോജ. സോ റോജ ഫിലിം ചെറുപ്പത്തിൽ ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത ആ സ്ഥലങ്ങൾ എപ്പോഴും വിഷ്വലി ഇത് കാണുമ്പോൾ കാശ്മീർ പോകണം, മഞ്ഞ് കാണണം എന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ എനിക്കുള്ളതായിരുന്നു. സോ പിന്നീട് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു മഞ്ഞ് കാണുക എന്നുള്ളത് ഭയങ്കര ഒരു സ്വപ്നം തന്നെയായിരുന്നു. മഞ്ഞ് കാണുക, മഞ്ഞിൽ തൊടുക, മഞ്ഞ് കൈകൊണ്ട് എടുക്കുക എന്നുള്ളതൊക്കെ വലിയൊരു ഡ്രീമായിരുന്നു ലൈഫിൽ. അത് സാധിച്ചത് ഞാൻ ആദ്യമായിട്ട് മഞ്ഞ് കാണുന്നത് 2019 അതെനിക്ക് 29 വയസ്സാണ്. സോ കാശ്മീരിൽ ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന സീസൺ ഭയങ്കര മോശമായിരുന്നു. സോ മഞ്ഞില്ലാത്തൊരു സീസണിലാണ് ഞാൻ കാശ്മീർ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും എൻ്റെ മനസ്സിലുള്ള മഞ്ഞിനൊക്കെ ഭയങ്കര നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ, നമ്മൾ പിക്ചേഴ്സിൽ കാണുന്ന പോലെ ഭയങ്കര വൈറ്റിഷ് ആയിട്ടുള്ള, ഭയങ്കര ഭംഗിയുള്ള, ഭയങ്കര തൊടാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്ന ഒരു മഞ്ഞ്. അങ്ങനെയാണ് എല്ലാവരും സ്വപ്നം കാണുന്ന മഞ്ഞ് കാണുക എന്നുള്ളത്. ഞാൻ പോയ സീസൺ ഭയങ്കര മോശമായിരുന്നു. സോ അതെനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ പോകണം എന്നുള്ളതാണ്. ഭയങ്കര ചെളിയൊക്കെ പിടിച്ച മണ്ണൊക്കെ ഉള്ള ഒരു വൃത്തിയില്ലാത്തൊരു മഞ്ഞാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സോ അന്ന് എനിക്ക് തോന്നി ഇത് കാണാനാണോ ഞാൻ ഇത്രയൊക്കെ ട്രാവൽ ചെയ്ത്, ഇത്ര നാൾ ഞാൻ ഇത് കാണാനാണോ സ്വപ്നം കണ്ടേന്നൊക്കെ. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പല യാത്രകളും നമ്മൾ സ്വപ്നം കണ്ടേന്നൊക്കെ ചെല്ലുമ്പോൾ ആ റിയാലിറ്റി കാണുമ്പോൾ ആദ്യമൊക്കെ നിരാശയുണ്ടാവും. എനിക്ക് തോന്നുന്നു കാശ്മീരാണ് ഇന്ത്യയിൽ എല്ലാ സീസണിലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്, ലൈക്ക് ജമ്മു ആൻഡ് കാശ്മീർ. അത് നമുക്ക് എല്ലാ സീസണിൽ പോയാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാഴ്ചകൾ നമുക്ക് വേണ്ടി അവിടെ ഉണ്ടാവും. എക്സ്ട്രീം വിൻ്ററിൽ പോയാൽ ശരിക്കും അവിടെ വിൻ്റർ സീസൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മഞ്ഞ് കാണാനും അതുപോലെ തണുത്തുറഞ്ഞ ദാൽ ലേക്ക് കാണാനും അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയുള്ള കാഴ്ചകളാണ്. എന്നാൽ നമ്മൾ കുറച്ചും കൂടെ ഒരു ഏപ്രിൽ, മെയ്, ലൈക്ക് ജൂണിൽ ആ സമയത്ത് പോയാൽ ഓൾമോസ്റ്റ് സമ്മർ സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ഫ്ലവറിങ് കാണാനും അത്രയും ഭംഗിയുള്ള പൂക്കളൊന്നും കേരളത്തിൽ, നമ്മുടെ നാട്ടിലില്ല. മൂന്നാറാണെങ്കിൽ ഊട്ടിയിൽ പോലും അങ്ങനത്തെ ഫ്ലവേഴ്സ് ഇല്ല. ഇത്രയൊക്കെ കളേഴ്സ്, ഇത്രയൊക്കെ വേരിയൻ്റ് ഷെയ്ഡിൽ ഫ്ലവേഴ്സ് ഉണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കിയത് കാശ്മീരിൽ ചെന്നിട്ടാണ്. ഇതൊക്കെ ഇന്ത്യയുടെ ഒരു ഭാഗത്താണെന്നുള്ളത്, അതിലും നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മൾ ഈ അറ്റത്താണെങ്കിൽ അങ്ങേ അറ്റത്തുള്ള കാശ്മീരിൽ ഇത്ര അധികം കാഴ്ചകളുണ്ട് എന്നുള്ളത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇല കൊഴിയുന്ന കാലമാണെങ്കിലും അതുപോലെ തന്നെ ആപ്പിൾസ് ഉണ്ടായി നിൽക്കുന്ന എല്ലാ സീസണിലും കാശ്മീരിന് ഒരു പ്രത്യേക ഭംഗിയാണ്. എൻ്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഏത് സ്ഥലം, കാശ്മീർ ഏത് കാലത്താണ് പോകേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ ഏത് സീസണിൽ പോയാലും കാശ്മീർ നിങ്ങൾക്കായിട്ട് എടുത്തു വെച്ചേക്കുന്ന ഭയങ്കരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ കാഴ്ചകളുണ്ട്, ഭംഗികളുണ്ടെന്നാണ് ഞാൻ പറയാറ്. ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന ആ ഒരു കാലത്തിൽ ആണ് ചെഗുവേരേൻ്റെ മോട്ടോർ സൈക്കിൾ ഡയറീസ് വായിക്കുന്നത്. ആക്ച്വലി അതിനുള്ള കുറേ ആളുടെ സ്റ്റോറീസിനെക്കാട്ടും എന്നെ അത് ഏറ്റവും കൂടുതൽ അതിനകത്ത് എന്നെ അട്രാക്റ്റ് ചെയ്തിട്ടുള്ളത് ആളുടെ ബൈക്കും അതിനകത്തുള്ള കുറേ യാത്രകളുമാണ്. സോ അന്ന് തൊട്ടിട്ട് ഞാൻ ഡ്രീം ചെയ്തിട്ടുള്ളതാണ് എന്തെങ്കിലും എനിക്കൊരു 2 വീലർ ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് ലോകം ചുറ്റിക്കാണാൻ. എനിക്കറിയാം അതൊക്കെ ഭയങ്കര വലിയ സ്വപ്നങ്ങളാണ്, പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്തിരുന്നു. ഞാൻ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ സ്കൂട്ടറൊക്കെ ആയിട്ട്, സ്വന്തമായിട്ടൊരു സ്കൂട്ടർ ഉണ്ടാവണ കാലഘട്ടം വരുമ്പോൾ ഞാൻ ലോകം കാണാൻ വേണ്ടി സ്കൂട്ടറിൽ പോകും എന്നുള്ളതൊക്കെ. എനിക്ക് തോന്നുന്നു ആ ഒരു വലിയ സ്വപ്നമോ ചെറിയ സ്വപ്നമോ എനിക്കറിയില്ല, പക്ഷെ ആ ഒരു സ്വപ്നത്തിൻ്റെ പിന്നാലെ ഒത്തിരി നാൾ നമ്മൾ അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടാണ് 2021 ഞാനൊരു ഓൾ ഇന്ത്യ ഒരു സ്കൂട്ടർ ട്രിപ്പ് ചെയ്യണേ. ഹോണ്ട ആക്റ്റീവ ഡിയോയിലാണ് ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് അതൊക്കെ നടന്നതെന്ന് ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യാറുണ്ട്. നമ്മളൊരു സ്വപ്നം, ഇപ്പോൾ ആൽക്കമിസ്റ്റിൽ പൗലോ കോയിലോ ഒക്കെ പറയുന്ന പോലെ നമ്മളൊരു ഡ്രീം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി യൂണിവേഴ്സ് വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു കാര്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പണ്ട് സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്നത് ഒരു 20-21 വയസ്സിലാണ് ലൈസൻസൊക്കെ കിട്ടുന്നത്. അന്നിങ്ങനെ സ്കൂട്ടറിൽ ഒത്തിരി ദൂരെ യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ വീട്ടിലെ അപ്പനും അമ്മയൊന്നും അതിനത്രക്കെങ്ങാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അവരറിയാതെ പല കാലങ്ങളിലും കള്ളം പറഞ്ഞിട്ട് വരെ, എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കള്ളം പറഞ്ഞ് സ്കൂട്ടറും കൊണ്ട് ഒരു ദൂരയാത്ര പോയിട്ടുള്ളത് വാഗമൺ ആണ്. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ആ ഒരു ഏജിൽ എനിക്ക് തോന്നുന്നു 25-ൻ്റെ ഒക്കെ ഒരു സമയത്ത് ഞാൻ മൂന്നാർ, വാഗമൺ, അതുപോലെ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ സ്വപ്നം ഉള്ളത് കൊണ്ട് തന്നെ 2021
അപ്പേൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫുൾ ഫാമിലീൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞാൻ അന്ന് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ചെയ്യണത്. അതുവരെ എന്ത് അച്ചീവ് ചെയ്തു ലൈഫിൽ എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, ലൈക്ക് ഒരു 10 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ ഫ്രീഡം എന്ന് പറയുന്നത് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഇപ്പോൾ ലൈഫിൽ ഞാൻ ഇന്നും കാണുന്ന വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് നമ്മൾ ഡ്രീം ചെയ്തൊരു കാര്യം നമ്മുടെ ഫാമിലീൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെ എനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത് കർദുങ്കല ടു കന്യാകുമാരിയാണ്. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ എല്ലാവരും K2K എന്ന് പറഞ്ഞ് കന്യാകുമാരി ടു കർദുങ്കല ആയിരുന്നു പോയിരുന്നത്. സോ ഞാൻ അതിൽ നിന്നിട്ടൊരു ഡിഫറെൻ്റ് ആക്കിയിട്ട് കർദുങ്കല ടു കന്യാകുമാരി ആയിരുന്നു ഞാൻ യാത്ര ചെയ്തിരുന്നത്. ലഡാക്ക് റീജിയനിൽ നിന്ന് കർദുങ്കല, അന്ന് അതായിരുന്നു ഇന്ത്യയുടെ ഹയസ്റ്റ് മോട്ടറബിൾ റോഡ്. സോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ കാർഗിൽ, ശ്രീനഗർ, അതുപോലെ രാജസ്ഥാൻ, ഗുജറാത്ത്, അങ്ങനെ കോസ്റ്റൽ ഏരിയ പിടിച്ചിട്ടാണ്, തീരദേശ ഹൈവേ എടുത്തിട്ടാണ് ഞാൻ കന്യാകുമാരി വരെ റൈഡ് ചെയ്തിട്ടുള്ളത്. ഇന്ന് കാണുന്ന എന്നെയൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും ഞാൻ ആ യാത്ര പോകുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ ലൈഫിനോടുള്ള പേഴ്സ്പെക്റ്റീവ് എല്ലാം മാറ്റിക്കളഞ്ഞത് സത്യത്തിൽ ആ ഒരു യാത്ര മാത്രമാണ്. യാത്ര അത്രത്തോളം എൻ്റെ ലൈഫിനെ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും കൂടിയും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് യാത്രയാണെങ്കിൽ ആ സ്വപ്നത്തിലൂടെ തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുള്ളത്. എന്ത് സ്വപ്നം എടുത്താലും അതിൽ യാത്ര ഒരു മസ്റ്റ് കാര്യമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ആളുകൾക്കും പല യാത്രകൾ ചെയ്യാനുള്ള സ്വപ്നങ്ങളുണ്ടാവും. ചിലർക്ക് ആഗ്രഹം ഇന്ത്യയിൽ വെളിയിൽ പോകാനായിരിക്കും. ഇപ്പോൾ യൂറോപ്യൻ യാത്ര പോകാൻ എൻ്റെ അപ്പയുടെയൊക്കെ വലിയ ആഗ്രഹം ഒരു യൂറോപ്പ് യാത്രാ സ്വപ്നമാണ്. ഞാൻ സോളോ യാത്രകൾ ഒത്തിരി ചെയ്യുന്നുണ്ടെങ്കിലും അതിലെനിക്ക് ജീവിതത്തിൽ തന്നെ മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്ന യാത്രയാണ് 2022 ഞാൻ പോയ അമർനാഥ് യാത്ര. അമർനാഥ് യാത്ര വീട്ടിലിങ്ങനെ പറഞ്ഞ് നമ്മളൊരു യാത്ര പോകുന്നുണ്ടെങ്കിലും എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും അമർനാഥ് എവിടെയാണെന്ന് പോലും അറിയില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ഡൽഹിയിൽ പോയിട്ട് ഞാൻ ജമ്മു അങ്ങനെ എന്തോ ആണെന്ന് മാത്രമേ അറിയുള്ളൂ. അമർനാഥ് യാത്ര ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യയിൽ തന്നെ നമുക്ക് ഭയങ്കര കോസ്റ്റ് കുറഞ്ഞ് ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കിട്ടിയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ട്രക്കിംഗ് എന്നുള്ളൊരു ബേസിലാണ് ഞാനും പോയത്. പക്ഷെ ആ യാത്ര ഒരു 10 ദിവസം പ്ലാൻ ഇട്ട് പോയേണ്ട യാത്രയായിരുന്നു. പക്ഷെ അന്ന് അവിടെ ഉണ്ടായ ഒരു ക്ലൗഡ് ബേസ്റ്റ്, 2022 ഒരു 40 കാഷ്വാലിറ്റി ഒക്കെ നടന്നിട്ടുള്ള ഒരു ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായി. ആ സമയത്ത് ഞാനതിന് ജസ്റ്റ് തൊട്ട് താഴെയുള്ള പോഷ്പത്രി എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ലങ്കാറിൻ്റെ ഒരു ഹാളിലായിരുന്നു. സോ അവിടെ ഞാനൊരു 5 ദിവസം സ്റ്റക്കായിട്ട് കിടന്നു. അന്ന് നമ്മുടെ അടുത്ത് ഫോണോ നെറ്റ്വർക്കോ അല്ലെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങളോ ഡ്രസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. അമർനാഥ് ശരിക്കും ഒരു പുസ്തകം വായിച്ചിട്ട്, ഒരു മാഗസിൻ വന്നതിൽ യാത്ര, നമ്മുടെ മാതൃഭൂമിയുടെ യാത്രാ മാഗസിനിൽ വന്ന ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടാണ് എനിക്ക് അമർനാഥ് കാണണം, എന്താ പറയുക, ഒരു മഞ്ഞു മൂടിയ ശിവലിംഗം കാണണം എന്നൊക്കെയുള്ള ആഗ്രഹം വന്നത്. പക്ഷെ ആ യാത്ര എനിക്ക് തന്ന അനുഭവങ്ങൾ വളരെയേറെ പേടിപ്പിക്കുന്നതാണ്. എന്നാൽ തന്നെ എനിക്കത് ഭയങ്കര റിയലൈസേഷനാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ ജീവനോടെ വീട്ടിലെത്തി എന്നൊക്കെയുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അതിനകത്ത്. 5 ദിവസം ഒരു മിലിറ്ററിക്കാരുടെ ക്യാമ്പിൽ ഭക്ഷണമാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ആരെങ്കിലുമൊക്കെ കൊണ്ട് തന്നിട്ടുള്ള ഒരു ലൈഫായിരുന്നു ഒരു 5 ദിവസം. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നമുക്ക് എന്തൊക്കെ തന്നാലും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതായത് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യാണ്ട് നമ്മളിങ്ങനെ ചില ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. സോ ആ യാത്ര എനിക്ക് അന്ന് ഭയങ്കര ഫ്രീഡം, എല്ലാത്തിനും നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ മാറ്റി നിർത്തി നമ്മൾ ഒരു സ്ഥലത്ത് ഐസൊലേറ്റ് ചെയ്തിട്ടാണ് ജീവിച്ചിരുന്നത്. അന്ന് എനിക്ക് മനസ്സിലായി, ലൈക്ക് ഈ ഭക്ഷണവും നമ്മൾ പറയില്ലേ, ഒരു നല്ലൊരു വീട് അല്ലെങ്കിൽ ഭക്ഷണം, നമ്മുടെ കുറേ നെസസിറ്റീസ് പറയും, വസ്ത്രം, ഇതുപോലെയൊക്കെ തന്നെ എനിക്ക് അന്ന് ഫീൽ ചെയ്തതാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ള അതൊരു വളരെ നെസസിറ്റിയാണ് ഒരു മനുഷ്യന്. നമ്മൾ ആഗ്രഹിക്കുന്ന യാത്രയോ അല്ലെങ്കിൽ അതൊന്നുമല്ല, സ്വപ്നം കാണുന്ന യാത്രകളെ അല്ലാതെ ജീവിതത്തിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട്, അത് നടന്നു പോയാലും വണ്ടിയിൽ പോയാലും എല്ലാം അതുവരെ നമ്മൾ യാത്രയായിട്ട് ആഘോഷിക്കുന്നുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു എനിക്ക് അന്ന് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഞാൻ ലൈഫിൽ കണ്ടതാണ്. നമുക്ക് ശരിക്കും ഒരു സ്ഥലത്തൊന്നും എവിടെയും, കൊറോണ നമ്മൾ അങ്ങനെയായിരുന്നു, നമ്മൾ ലോക്ക്ഡൗൺ വന്നപ്പോൾ ശരിക്കും 3 മാസം എവിടെയും മൂവ് ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു. അന്നൊക്കെയാണ് എനിക്ക് കൂടുതലും യാത്രകൾ ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും അതിനുള്ള സമയം വെയിറ്റ് ചെയ്യാണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് അല്ലെങ്കിൽ ഉള്ള സൗകര്യങ്ങൾ കൊണ്ട് യാത്ര ചെയ്യാൻ പഠിച്ചത്. ഒരു കാലത്ത് ഞാനിങ്ങനെ യാത്ര ചെയ്യാൻ നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് പെൺകുട്ടികൾ
ആ കാലഘട്ടത്തിൽ യാത്രകൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരിക്കലും അന്നൊന്നും എന്താ സ്വപ്നത്തിനനുസരിച്ചിട്ട് യാത്ര ചെയ്തു എന്ന് എനിക്ക് 100% പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ അതിനൊക്കെ വേണ്ടി കുറേ ശ്രമിച്ചിട്ടുണ്ട്. ട്രാവലിസ്റ്റയിലൂടെ സാൻഡപ്പം കൊണ്ടുപോകുന്ന പോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ളവരെയും താൻ കണ്ട കാഴ്ചകളൊക്കെ കാണിക്കുന്ന പോലെ ഞാനും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് ട്രാവൽ സോൾ മേരി എന്ന് പറയുന്നത് ഒരു ട്രാവൽ ഗ്രൂപ്പ്, ഒരു ലേഡീസ് ഓൺലി ട്രാവൽ ഗ്രൂപ്പാണ്. സ്ത്രീകളെ മാത്രം നമ്മൾ ട്രക്കിങ്സും അതുപോലെ തന്നെയുള്ള ചെറിയ ചെറിയ ഹൈക്കിങ്സും കൊണ്ടുപോകുന്ന ഒരു ട്രാവൽ കമ്മ്യൂണിറ്റിയാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നേച്ചറാണ് എല്ലാം എന്നാണ്. നമുക്ക് എന്തൊക്കെ ടെക്നോളജീസൊക്കെ ഉണ്ടായാലും നേച്ചറിനോളം വലുതായിട്ട് ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രകൃതിയാണ് എല്ലാത്തിനും ഉള്ള മരുന്ന്, അല്ലെങ്കിൽ നേച്ചർ ക്യാൻ ഹീൽ എവറിത്തിങ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ മോട്ടോ. എന്ത് സങ്കടം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് സന്തോഷം ഉണ്ടെങ്കിലും നേച്ചറാണ് നമുക്ക് തരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ എൻ്റെ യാത്രകൾ എപ്പോഴും നേച്ചറിലോട്ടുള്ളതാണ്. പ്രകൃതിയായിട്ട് ഇണങ്ങിയിട്ടുള്ള യാത്രകളും ടെൻറ്റിങ്ങും ക്യാമ്പിങ്സും ഒക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നെപ്പോലെ തന്നെ യാത്രകൾ സ്വപ്നം കാണുന്ന ഒത്തിരി സ്ത്രീകളെ ഇനിയും ഉണ്ടെന്ന് എനിക്കറിയാം. ഒത്തിരി പേരെ കൂട്ടിപ്പിടിച്ച് ഒത്തിരി യാത്രകൾ ചെയ്യണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ഉള്ളത്. അതുപോലെ ഇനിയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒത്തിരി സ്ഥലങ്ങൾ കാണണം. എൻ്റെ ഒന്നും ബക്കറ്റ് ലിസ്റ്റ് ശരിക്കും തീരുന്നില്ല. എൻ്റെ അപ്പയൊക്കെ കളിയാക്കിയിട്ട് പറയും ഞങ്ങളുടെ ബക്കറ്റിനൊക്കെ ഭയങ്കര ഓട്ടയാണ്. കാരണം എത്ര സ്ഥലങ്ങൾ കണ്ടാലും എത്ര കാഴ്ചകൾ കണ്ടാലും ആ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഒന്നും ലൈഫിൽ തീരുന്നില്ല. എനിക്ക് ഇനിയും എന്താ പറയുക, ഇന്ത്യ തന്നെ സത്യത്തിൽ എത്രയൊക്കെ എല്ലാ സ്റ്റേറ്റും കവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യ ശരിക്കും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ കൂടെ യാത്ര വന്നിട്ടുള്ള ഒരു ചേച്ചി 60 വയസ്സിന് മുകളിലുണ്ട്. അവരെൻ്റെ കൂടെ കൊളുക്കുമലയിൽ സൺറൈസ് കാണാനുള്ള ട്രക്കിങ്ങിന് കൂടെ വന്നിട്ട് അവരത് കയറാൻ ഒത്തിരി പാടുപെട്ടു. പക്ഷേ അവരതിൻ്റെ മലമുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു സൺറൈസ് കണ്ടതിന് ശേഷം എന്നോട് പറയാണ് ഈ പ്രായത്തിലും എനിക്കിങ്ങനെ ഒരു സൺറൈസ് കാണാൻ പറ്റിയതിലുള്ള സന്തോഷം. അവർ എൻ്റെ അടുത്ത് ലിറ്ററലി കരയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ അവരുടെ സ്വപ്നം ആ യാത്ര ഇനി അങ്ങനെയുള്ള യാത്രകളൊന്നും ആവണമെന്നില്ല. പക്ഷെ ആ ഒരു പോയിന്റ് തൊട്ടിട്ട് അവരും നല്ല രീതിയിൽ യാത്രകൾ സ്വപ്നം കാണുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചർ എൻ്റെ യാത്രാ പ്ലാനുകൾ ഒബ്വിയസ്ലി നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങൾ മുഴുവൻ കാണാമെന്നുള്ളത് തന്നെയാണ്. പല പുസ്തകങ്ങളും പല സിനിമകളും ഇന്നും എന്താ പറയുക സ്ഥലങ്ങളെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നോർത്ത് ഈസ്റ്റാണ് ഞാൻ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്. വീണ്ടും വീണ്ടും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നതും നോർത്ത് ഈസ്റ്റിലേക്ക് തന്നെയാണ്. മേഘാലയ, അതുപോലെ തന്നെയുള്ള മേഘാലയയാണ് എനിക്ക് കേരളത്തിനെക്കാട്ടും ഇപ്പോൾ കൂടുതൽ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. കേരളമാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്നുണ്ടെങ്കിലും എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് മേഘാലയയാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന്. മേഘാലയ എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. അട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഞാൻ വിചാരിച്ച കേരളത്തിൽ മാത്രമാണ് ഇത്ര ഭംഗിയുള്ള പുഴകളും അല്ലെങ്കിൽ എന്താ പറയുക വെള്ളച്ചാട്ടങ്ങളും ആ ഗ്രീനറിയും ഒക്കെ കേരളത്തിൽ മാത്രമേ അങ്ങനെയാണ് ഞാനും മറ്റുള്ള സ്റ്റേറ്റുകളെ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ മേഘാലയ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു നേച്ചർ ഭംഗി, അതുപോലെ തന്നെ അവിടുത്തെ ക്ലീൻനെസ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. അത്രയും വൃത്തിയുള്ള ഗ്രാമങ്ങളും വൃത്തിയുള്ള സ്ഥലങ്ങളും ഒന്നും നമുക്ക് കേരളത്തിൽ പോലും ഇല്ല. വെള്ളച്ചാട്ടങ്ങളാണെങ്കിലും അവിടുത്തെ മനുഷ്യരൊക്കെ അതിനെ എത്രമാത്രമാണ് കെയർ ചെയ്ത് അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി അവരൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് ആ ക്ലീനിങ്ങും എല്ലാം. നമ്മളൊക്കെ ശരിക്കും കണ്ടുപഠിക്കേണ്ട ഒരു മാതൃക തന്നെയാണ് മേഘാലയ ഉള്ളത്. അവരവരുടെ ടൂറിസം അത്രമാത്രം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റേറ്റാണത്. ലൈക്ക് കേരളത്തിനെക്കാട്ടും ഒക്കെ എനിക്ക് തോന്നുന്നു നമുക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെക്കാട്ടും ഒക്കെ കുറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും സൗകര്യങ്ങളും കിട്ടുന്ന ഒരു സംസ്ഥാനമാണ്. എന്നിട്ട് പോലും അവർ അതിനത്രമാത്രം യൂസ് ചെയ്ത് അത് ഭയങ്കര അവരുടെ ആളുകളുടെ സ്നേഹം, അവരുടെ ഭക്ഷണമാണേലും അവിടെയുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് ആണേലും ദ്വാക്കി റിവറൊക്കെ ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ഒരു നദിയോ ഒരു റിവർ ഒന്നും കാണാൻ പറ്റില്ല. അത്രയും താഴത്തോട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതൊക്കെ ശരിക്കും ഭയങ്കര നേച്ചറിൻ്റെ അത്ഭുതമാണെന്ന് ഞാനിങ്ങനെ പലപ്പോഴും, നേച്ചറിൻ്റെ അത്ഭുതം മാത്രമല്ല അവിടെയുള്ള ആളുകൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. സോ എനിക്ക് മേഘാലയ എപ്പോഴും എൻ്റെ എത്ര കാലം പോയാലും അവിടെ നമുക്ക് ഇനിയും കാണാത്ത ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെന്ന് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് മേഘാലയ. സോ എൻ്റെ ഇനിയുള്ള 2025 തന്നെ വലിയൊരു ഡ്രീമാണ് കുറച്ച് നാൾ മേഘാലയയിൽ പോയിട്ട് 1-2-3 മാസമൊക്കെ താമസിച്ച് അവിടെ തന്നെ നിന്ന് അവിടുത്തെ കുറേ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പ്രൊഫഷണലി ഞാൻ അഡ്വക്കേറ്റ് ആണ്. പക്ഷേ ആ ഒരു അഡ്വക്കേറ്റ് ജീവിതം ഒത്തിരി നാളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 1 to 2 ഇയറാണ് ഞാൻ പ്രൊഫഷണലി വർക്ക് ചെയ്തിട്ടുള്ളൂ.
ഒരു 9 to 5 അല്ലെങ്കിൽ ഒരു ഓഫീസ് ലൈഫ് ഒന്നും എനിക്ക് സെറ്റായിരുന്നില്ല. യാത്രയുടെ കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് കുറച്ചുകൂടെ ലൈവായിട്ടിരിക്കുന്ന ജോലികളായിരുന്നു പലപ്പോഴും ഇഷ്ടമുണ്ടായിരുന്നത്. ഞാനിപ്പോൾ നിലവിൽ മിഥു ശ്രീനിവാസ് ഫോട്ടോഗ്രാഫീൻ്റെ കൂടെ ന്യൂ ബോൺ ബേബി ഫോട്ടോഗ്രാഫിയാണ് അവരുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാണ്. ആ ഒരു ജോലിയൊക്കെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് ഒത്തിരി യാത്രകൾ ചെയ്യാൻ പറ്റുന്ന കേരളത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തോട്ടുമൊക്കെ നമ്മൾ ത്രൂ ഔട്ട് ഷൂട്ടിന് വേണ്ടി യാത്രകൾ ചെയ്യുക. എനിക്ക് ആ ജോലി ചൂസ് ചെയ്യുമ്പോൾ തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ അതിൽ ഏറ്റവും കണ്ടിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ്. അതുപോലെ തന്നെ അത് ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ഒരു ജോലി ആയതുകൊണ്ട്. പിന്നെ സ്വന്തമായിട്ട് യാത്ര റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യണം എന്ന് വന്നപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊരു ഡ്രീമായി മാറിയപ്പോഴാണ് ഞാൻ സ്ത്രീകളെ യാത്രകൾ കൊണ്ടുപോകുന്ന ഒരു ചെറിയൊരു ട്രാവൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തതും അതിൻ്റെ വർക്കുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. കുറേ യാത്രകൾ ചെയ്യണമെന്ന് ഒരിക്കലും എനിക്കും എൻ്റെ ട്രാവൽ കമ്പനിക്കും ഒരു ഉദ്ദേശവുമില്ല. പക്ഷെ ചെയ്യണ യാത്രകൾ അത് നല്ല രീതിയിൽ മികച്ച രീതിയിൽ ആളുകൾക്ക് നല്ല നല്ല കാഴ്ചകൾ പുതിയ എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ അതിൻ്റെ ട്രാവൽ സോൾ മേരി എന്നുള്ളത് ഒരു ലേഡീസ് ഓൺലി ട്രാവൽ കമ്പനിയാണ്. എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ യാത്രകളായിരുന്നു. ആ യാത്രകൾ തന്നെയാണ് എൻ്റെ ഇപ്പോൾ നല്ലൊരു പ്രൊഫഷണൽ കരിയറൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ട്രാവലിസ്റ്റ സ്റ്റാൻഡപ്പിൻ്റെ യാത്രകൾ തന്നെയാണ് നമ്മളും നിറയെ കാണുന്നുണ്ട്. സോ ആൾക്കും നല്ല രീതിയിൽ യാത്രകൾ ഇനിയും പുതിയ സ്ഥലങ്ങൾ കാണാത്ത ലോകത്തിലെ പല പല കോണിലുള്ള കാഴ്ചകൾ നമ്മളെയൊക്കെ കാണിക്കാൻ സാധിക്കട്ടെ. ഇനിയും ഇവരുടെ വേറൊരു സെഗ്മെൻറ്റിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.